CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന്. ഇതോടെ മത്സരചിത്രം വ്യക്തമാകും. തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതൽ നാമനിർദ്ദേശ പത്രികകൾ തള്ളിയത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ മതത്തിന്റെ പേരിൽ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനവും പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചതായി ഷമീറ ഖാദർമോൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 20 വർഷത്തോളമായി മഹിളാ കോൺഗ്രസിൽ സജീവ പ്രവർത്തകയാണ്. ഇരുമ്പപ്പെട്ടി മുരിങ്ങത്തേരിയിൽ വീടിന്റെ ടെറസിന്റെ ഗോവണയിൽ നിന്ന് വീണ് 65കാരൻ മരിച്ചു. കാങ്കുലാത്ത് വീട്ടിൽ ചന്ദ്രനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. സംസ്ഥാനത്ത് ഇന്നും മഴ ശക്തമായി തുടരും. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ അച്ഛനും മകളും ചേർന്ന് അവതരിപ്പിച്ച വയലിൻ കച്ചേരി സംഗീതാസ്വാദകർക്ക് വേറിട്ട അനുഭവമായി. പ്രശസ്ത വയലിൻ കലാകാരൻ മൈസൂർ മഞ്ജുനാഥും മകൾ മാളവി മഞ്ജുനാഥുമാണ് വയലിനിൽ വിസ്മയം തീർത്തത്. ബോളിവുഡിലെ ഇതിഹാസ താരം ധർമ്മേന്ദ്ര വിടവാങ്ങി. സമാനതകളില്ലാത്ത അഭിനയം കൊണ്ട് സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയ അതുല്യ കലാകാരനായിരുന്നു അദ്ദേഹം. തൃശൂർ ജില്ലയിൽ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അവാർഡ് ലഭിച്ച ഇരുമ്പപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാലിനെ ആദരിച്ചു. കുന്നംകുളം സേവാഭാരതി യൂണിറ്റിന്റെ സുഹൃതം സാന്ത്വനം പരിചരണ പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ച വയോജനം പരിപാലനം പാലിയേറ്റീവ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രതീഷ് നിർവഹിച്ചു. ഗുരുവായൂരിനെ പുതുമയാർന്ന ആത്മീയാനുഭവമായി പഞ്ചുരുളി തെയ്യം. സത്യസായി ബാബയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഗുരുവായൂർ സായി മന്ദിരത്തിൽ പഞ്ചുരുളി ദേവക്കോലം എഴുന്നള്ളിയത്. കുന്നംകുളം കാണിയാമ്പാൽ ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിലെ ദേശവിളക്കാഘോഷവും അന്നദാനവും നടന്നു. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ തൃത്താല മേഖലാ കമ്മിറ്റിയുടെ 1ാം വാർഷിക പൊതുയോഗം നടത്തി. ഗുരുവായൂർ നെന്മിനി ശ്രീ ബാലരാമക്ഷേത്ര സന്നിധിയിൽ പഞ്ചാരിമേളത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് 8 വയസ്സുകാരി പാർവതിയുടെ അരങ്ങേറ്റം. ഗുരുവായൂർ അകമ്പടി വിമലിന്റെ ശിക്ഷണത്തിൽ 3 മാസം കൊണ്ടാണ് 8 വയസ്സുകാരിയായ പാർവതി പഞ്ചാരിമേളം അഭ്യസിച്ചത്. വേലൂർ കണ്ടംകുളങ്ങര ശിവക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച മഹാശിവപുരാണ ഏകാദശ യജ്ഞം സമാപിച്ചു. NCC ദിനത്തോടനുബന്ധിച്ച് കൂനമുച്ചി സത്സംഗിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് സംഘടിപ്പിച്ച ആദര സമ്മേളനത്തിൽ 24 കേരള ബറ്റാലിയൻ NCC മുൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ CK ബാബുവിനെ ആദരിച്ചു. ശബരിമല സീസണിൽ ഗുരുവായൂരിൽ സേവനമനുഷ്ഠിക്കുന്ന സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക് ലയൺസ് ക്ലബ് ടീഷർട്ടുകൾ നൽകി. HNC ബുക്സ് പുറത്തിറക്കിയ റഫീഖ് പട്ടേരിയുടെ പിതാവുപുത്രനും എന്ന നോവലിനെ ആസ്പദമാക്കി 2025 സെപ്റ്റംബർ 15 മുതൽ നവംബർ 15 വരെ ഓക്സിജൻ ബുക്സും അക്ഷരകൗതുകം ഓൺലൈൻ മാസിക തൃശൂരും സംഘടിപ്പിച്ച ആസ്വാദനക്കുറിപ്പ് മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. ചാലുശ്ശേരി ആലിക്കര മുല്ലക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദേശവിളക്കാഘോഷം ഭക്തിസാന്ദ്രമായി. ഇരുമ്പപ്പെട്ടി ശ്രീ ശങ്കരങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. പൂനെയിൽ വെച്ച് നടത്തിയ അഖിലേന്ത്യാ ക്വിസ് മത്സരത്തിൽ എരുമ്പപ്പെട്ടിയിലെ ഫെസ്റ്റി ഫ്രാൻസിസിന് 1ാം സ്ഥാനം. സ്റ്റുഡൻസ് ഓഫ് നഴ്സിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും സംയുക്ത ദ്വിവാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ ദേശീയ നഴ്സസ് സ്റ്റുഡൻസ് ഫെസ്റ്റിവലിൽ ക്വിസ് മത്സരത്തിലാണ് ഫെസ്റ്റി ഫ്രാൻസിസ് ഉൾപ്പെട്ട ടീമിന് 1ാം സ്ഥാനം ലഭിച്ചത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.